ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ വേദ പഠന പരമ്പരയുടെ ഭാഗമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അത് മരണം, മനുഷ്യൻ്റെ എങ്ങനെ മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മരണം, അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഈ ചിന്തിക്കാൻ ഉണ്ടായ കാരണം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് വലിയ ഒരു രക്ഷാകര പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ക്രമീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മരണം എന്നുള്ള വിഷയം നാം പൂർണ്ണമായും അതിൻ്റെ ശരിയായ ആശയത്തിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ആ ദൈവിക പദ്ധതിയുടെ ക്രമീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യ പാഠമായി അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അങ്ങനൊരു വിഷയം സംസാരിക്കാനിടയായത്. കാരണം ഈ മരണം എന്നുള്ള ആ വിഷയം ഇന്ന് ലോകത്ത് സകല മനുഷ്യരെയും അങ്ങേയറ്റം അന്ധവിശ്വാസികളാക്കിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നൊക്കെ വളരെ വിദൂരമാണ് അവരുടെ ചിന്തകൾ, അവരുടെ വിശ്വാസങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് നമ്മൾ മനുഷ്യന് കൈവരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സദ്വർത്തമാനം അത് നിങ്ങളെ അറിയിക്കുകയാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. സുവിശേഷമെന്നാണ് ബൈബിൾ അതിനെ പറയുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനമെന്നാണ് അതിൻ്റെ അർത്ഥം. ഗുഡ് ന്യൂസ്. നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വർത്തമാനമായി തീരുന്നത്? പല കാര്യങ്ങളും നമുക്ക് നല്ല വർത്തമാനങ്ങളാണ്. നമുക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് കേട്ടാൽ അത് സന്തോഷവാരമാണ്, വളരെ നല്ലൊരു വർത്തമാനമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഒരു ഉന്നത പരീക്ഷ പാസ്സായി എന്നറിഞ്ഞാൽ അതൊരു നല്ല വർത്തമാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിവാഹം വന്നു ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ അതൊരു സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ സന്തോഷങ്ങൾക്കും അതിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ, ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് നാം ചിന്തിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുമ്പോഴേ ഈ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖം മറ്റൊന്നുമല്ല, മരണ ദുഃഖമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ജീവിതത്തിൽ നിന്നും വേർപെട്ടു പോകും. മരണം എന്നുള്ളത് സദാ നമ്മുടെ കൂടെ ഒരു സന്തത സഹചാരിയായി, ഒരു നിഴൽ പോലെ നമ്മോടൊപ്പം തുടരുന്ന ഒരു വസ്തുതയായി മരണം എന്നുള്ളത്. പക്ഷെ ഭാഗ്യവശാൽ നമ്മൾ ആരും ജീവിച്ചിരിക്കുമ്പോൾ ഓരോ നിമിഷത്തിലും ഇതിനെ നാം ഭയപ്പെടുന്നില്ല. നാം നാളെ മരിക്കുമല്ലോ, അടുത്ത നിമിഷം മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചല്ല നാം ജീവിക്കുന്നത്. അത് ദൈവം നൽകിയ വലിയൊരു കൃപയാണ്. എന്നാൽ മനുഷ്യന് ഏറ്റവും വലിയ ദുഃഖം ഈ മരണ ദുഃഖമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ അവർ വേർപെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം എത്ര വലുതാ! ആരെ കൊണ്ടും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അത് നമ്മെ തളർത്തിക്കളയും. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു മകൻ അവരെ വേർപെട്ടു പോയി. അതിൻ്റെ പേരിൽ വളരെ യുവാക്കളായിരിക്കുന്ന 2 ഭാര്യാഭർത്താക്കന്മാർ അവർ പോയി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ മകന്റെ വേർപാട് അവർക്ക് സഹിക്കാവുന്നതിലൊക്കെ അപ്പുറമാണ്. ഞാൻ പറഞ്ഞത്, നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ ദുഃഖം മരണ ദുഃഖമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ മരണത്തിനൊരു പ്രതിവിധിയുണ്ട്, മരണത്തിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട് എന്ന് കേൾക്കുന്നതാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുവിശേഷം നമ്മെ ഗ്രസിച്ചിരിക്കുന്ന മരണത്തിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കും. അതെങ്ങനെ? വെറുതെയല്ല, അത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ മരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ മോചനത്തെ സംബന്ധിച്ച് ദൈവം പറയുന്നത്, ആ സന്തോഷത്തെക്കുറിച്ച്, ആ സുവിശേഷത്തെക്കുറിച്ച് ദൈവം പറയുന്നത്, ക്രിസ്തുവിന്റെ ജനന സമയത്ത് ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ ദൂതന്മാർ അവർ പ്രത്യക്ഷരായി. അവർ ഒരു പാട്ടുപാടി ആ ആട്ടിടയന്മാരോട്, സകല ജനങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു
ഇതാ പറഞ്ഞത്, സകല ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് ആ മഹാസന്തോഷം? ഇന്ന് ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജനനം എന്നുള്ളത് സകല മാനവരാശിക്കും സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒന്നാണ് എങ്കിൽ നോക്കുക, അതാണ് ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പദ്ധതിയുടെ തുടക്കമാണ്. മനുഷ്യനെ മരണത്തിൽ നിന്നും വിടുവിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കല്ല ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത്. അപ്പൊ ഏറ്റവും വലിയ സുവിശേഷം. മറ്റൊരു വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കും. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇത് മനുഷ്യന്റെ രക്ഷാകര പദ്ധതിയുടെ വലിയൊരു ഭാഗമായത്. അപ്പൊ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. എന്നിട്ടോ അതിനെന്താ മാർഗം? സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം. അപ്പൊ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന ഘടകം സത്യത്തിന്റെ പരിജ്ഞാനമാണ്, മറ്റൊന്നുമല്ല. ഇന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹങ്ങൾ എല്ലാം നമ്മളോട് പറയുന്ന, നമ്മൾ അനുവർത്തിക്കുവാൻ നമ്മളോട് പറയുന്ന കുറെ കർമ്മമാർഗങ്ങളുണ്ട്. നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, മരിച്ചവരുടെ തിരുശേഷിപ്പുകൾ ദർശിക്കുക, അതിനെ വണങ്ങുക, പുരോഹിതന്മാരുടെയും അതുപോലെയുള്ള അധ്യക്ഷന്മാരുടെയും കൈമുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് പഠിപ്പിക്കുന്നവരാ ഇന്നത്തെ നമ്മുടെ മതസമൂഹങ്ങൾ. ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മമോക്ഷത്തിനു വേണ്ടി നിരവധിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഇത് രക്ഷയ്ക്കുള്ള മാർഗമാണെന്നാ പറയുന്നത്. അപ്പൊ ഇതൊന്നും രക്ഷയ്ക്കുള്ള മാർഗമല്ല. അവിടെ പറയുന്നു സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം. ആ സത്യം എന്താണെന്ന് പറയുന്നു. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുവേശു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു വ്യക്തി മറുവിലയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഒരു ഭാഗം. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, ഇതും നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന സത്യത്തിന്റെ ഭാഗമാണ്. അപ്പം ദൈവമൊരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, അവൻ മധ്യസ്ഥനാകാൻ അവനെ യോഗ്യനാക്കുന്ന കാര്യം എല്ലാവർക്കും വേണ്ടി അവൻ മറുവിലയായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ മറുവില എന്ന് നാം ചിന്തിക്കണം, നാം കാണണം. അതിനു മുമ്പേ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് അപ്പൊ രക്ഷ? എന്താണ്? സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ രക്ഷ എന്താ? ആ രക്ഷ എന്തിൽ നിന്ന? ഒരു ശിക്ഷയിൽ നിന്ന്. ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യവർഗത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വലിയ ശിക്ഷയുണ്ട്. മനുഷ്യർ ഒരു ശിക്ഷാവിധിക്ക് വിധേയരാണ്. ആ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. ആദാമിനോട് ദൈവം പറഞ്ഞു, ആദ്യ പിതാവായിരിക്കുന്ന ആദാമിനോട് ദൈവം പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആദാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അതിന്റെ ഫലമായി ആദാമിന് ദൈവം കൊടുത്ത ഈ ശിക്ഷ അവന് നിറവേറി. അതിന്റെ ഫലമായി ആദാമിൽ നിന്ന് ജനിച്ച സകല മാനവരാശിയും ആ പാപത്തിന്റെ പങ്കാളികളാണ്, ആ പാപത്തിന്റെ അടിമകളായി തീർന്നു. അങ്ങനെ ആദാമിന് വിധിച്ച ആ ശിക്ഷ ഇവർക്കും കൈമാറി, തലമുറകൾ കൈമാറി അവരിലേക്കും കടന്നു വരികയാണ്. അപ്പൊ രക്ഷ എന്നുള്ളത് ഈ മരണത്തിൽ നിന്നുള്ള മോചനമാണ്. അതിന് ദൈവം ഒരു വഴിയൊരുക്കിയിട്ടുണ്ടെന്നാ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. നമ്മുടെ ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചു. ഇന്ന് ശാസ്ത്രത്തിന്റെ പുരോഗതി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിന് മാത്രം ഇന്നും ശാസ്ത്രത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് മറ്റൊന്നുമല്ല, എന്താണ് മരണത്തിനൊരു പരിഹാരം, മരണത്തിനൊരു പോംവഴി എന്താണ്? ഇത് കണ്ടെത്താൻ ഇതുവരെയും നമ്മുടെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അതെന്തുകൊണ്ടാണ്?
അപ്പം എന്നാൽ ആ മരണത്തിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പുള്ള ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ്, വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസ്യത എന്ന് പറയുന്നത് മറ്റൊരു മതഗ്രന്ഥങ്ങളും നൽകാത്ത രീതിയിൽ മരണത്തിന്റെ അർത്ഥം എന്താണ്, മരണത്തിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് നമ്മെ ബോധിപ്പിക്കുന്നു, നമുക്ക് അത് അറിയിച്ചു തരുന്നു. അതോടൊപ്പം ആ മരണത്തിനൊരു പരിഹാരമുണ്ട് എന്നുള്ളതും വേദപുസ്തകം മാത്രമാണ്, ബൈബിൾ മാത്രമാണ് നമ്മളോട് പറയുന്നത്. മറ്റൊരു മതഗ്രന്ഥങ്ങൾക്കും ഈ മരണത്തിനൊരു പ്രതിവിധി കണ്ടെത്തി തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് മരണം മനുഷ്യനിലേക്ക് കടന്നു വന്നത്? അതാണ് പറഞ്ഞത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാം എന്ന് പറയുന്ന ആദി പിതാവ്, ആ പിതാവിനെ ദൈവം ഏദൻ തോട്ടത്തിൽ അവനെ സൃഷ്ടിച്ചാക്കി. അവിടെ വെച്ച് ദൈവം അവനെ പരിശോധിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നു, പലരും അവരുടെ യുക്തിബോധത്തിൽ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയേറെ അനീതികൾ നടക്കുന്നത്? നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടമാടുന്ന അനീതികൾ വലിയൊരു ഘോഷയാത്രയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനീതി ഈ ലോകത്ത് നടക്കുന്നത്? ഇത് കാണുന്ന ഒരു ദൈവമില്ലേ? ദൈവം അനുവദിച്ചിട്ടാണോ ഇന്ന് ഈ ലോകത്ത് ഈ അനീതികളെല്ലാം? പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, 2 തലയുള്ളവരായി, അല്ലെങ്കിൽ കൈയില്ലാത്തവരായി, അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നവർ, മന്ദബുദ്ധികളായി ജനിക്കുന്നവർ, ഓട്ടിസം ബാധിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള നമുക്കറിയാം എൻഡോസൾഫാൻ ദുരിതബാധിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ സ്ഥിതി എന്താ? വലിയ തലയും ചെറിയ ഉടലുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രയോ ദുഃഖം തോന്നും. ഇനി ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന എത്രയോ ജനങ്ങളുണ്ട്, ജീവിതം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്നവർ. അങ്ങനെ ഈ നമുക്ക് ചുറ്റും ഒരു അനീതിയുടെ ലോകമാണ് നാം കാണുന്നതെന്ന്. എന്തുകൊണ്ട് ദൈവം ഈ അനീതികൾ തടയുന്നില്ല എന്നൊരു ചോദ്യം. ഇതാണ് പലരെയും നിരീശ്വരവാദികളാക്കുന്ന ഒരു കാര്യം. എന്നാണ് നാം മനസ്സിലാക്കുക. ഇപ്പൊ ദൈവം ആദാമിൽ കൂടെ ഒരു പരിശോധന നടത്തുകയാണ്. മനുഷ്യവർഗത്തെ മുഴുവൻ അവൻ പരിശോധിക്കുകയാണ്. ഈ പരിശോധനയിൽ ആദാമിന് കൊടുത്തത് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരു വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ആദാം ആ വൃക്ഷഫലം ഭക്ഷിച്ചു. അതിന്റെ ആ ബാക്കി സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, സമയപരിമിതി കൊണ്ട്. അപ്പൊ അതിന്റെ ഫലമായി ആദാം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഇപ്രകാരം ആദാമിനെ ദൈവം ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയനാക്കിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ദൈവത്തിന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ഒരു പരിശോധന വെച്ചാൽ ആദാം അതിൽ പരാജയപ്പെടും എന്നുള്ളത്? ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? കാരണം ദൈവം എങ്ങനെയുള്ളവനാ? സർവജ്ഞാനിയാണ്, ത്രികാലജ്ഞനായിരിക്കുന്ന ദൈവത്തിന് അറിയാമല്ലോ ആദാമിനെ പരിശോധിച്ചാൽ ആദാം ആദാം പരാജയപ്പെടും. അപ്പൊ എന്നിട്ടും എന്താണ് ദൈവം ഇങ്ങനെ ആദാമിൽ കൂടെ ആദാമിനെ പരിശോധിക്കാൻ ദൈവം തുനിഞ്ഞത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നാം കാണുന്നത് മറ്റൊരു വസ്തുത. ദൈവം ഈ ലോകത്തെ ആദാമിൽ കൂടെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യവർഗത്തെയും അവർക്ക് ജീവനിലെത്താൻ വഴി അവർക്കുണ്ടാകണം. ദൈവത്തിന്റെ ആഗ്രഹം ഈ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. അവർ സകല മനുഷ്യരും പൂർണ്ണമായും തീർച്ചയായും എല്ലാ ജീവിത സൗഭാഗ്യങ്ങളിലും അവർ ജീവിക്കണം, നിത്യായുഷ്മാന്മാരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകം നീതി വസിക്കുന്ന ഒരു ലോകമായിരിക്കണം ഇത്. അപ്പൊ നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിരിക്കണം ഈ ഭൂമിയിലെ അവകാശികളായി വരേണ്ടത് എന്നുള്ളതാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നന്മ മാത്രം വിളയുന്ന ഒരു ഭൂമി ഇവിടെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അങ്ങനെ തിന്മയെ വെറുക്കാൻ വേണ്ടി മാത്രം അവരെ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല, ദൈവത്തിന്റെ പ്ലാൻ അതല്ല. കാരണം മനുഷ്യനെ ദൈവം
നിർമ്മിച്ചപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ അവനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ചു എന്നാ പറയാം. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ അവൻ കേവലം ഒരു യന്ത്ര മനുഷ്യനായിട്ടല്ല ദൈവം അവനെ സൃഷ്ടിച്ചത്. അവന് ഒരു സ്വതന്ത്ര ചിത്തനായി, സ്വതന്ത്ര ഹൃദയം, സ്വതന്ത്ര വികാരങ്ങളുള്ളവനായിട്ട് അവന് സൃഷ്ടിച്ചത്. തീരുമാനങ്ങൾ എടുക്കുവാൻ അവൻ അവൻ്റെതായ കഴിവും ത്രാണിയുമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ അല്ലായിരുന്നുവെങ്കിൽ അവനൊരു യന്ത്ര മനുഷ്യനായി, തിന്മ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അവന് നന്മ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു യന്ത്ര മനുഷ്യനായി മനുഷ്യൻ തീരുമായിരുന്നു. അതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. അവൻ എങ്ങനെയായിരിക്കണം? അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിൽ ആ സാദൃശ്യ സ്വരൂപങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു ഭാഗം ദൈവം വിശേഷ ബുദ്ധിയുള്ളവനാണ്. അതുപോലെ തന്നെ അതേ അളവിലല്ലെങ്കിൽ പോലും അതിൻ്റെ കുറഞ്ഞ അളവിലെങ്കിലും മറ്റെല്ലാ ജീവജന്തുക്കളിൽ നിന്നും വ്യത്യസ്തരായി മനുഷ്യനെ ദൈവം വിശേഷ ബുദ്ധിയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് അവന്റെ സ്വന്തം ഇച്ഛയാൽ തിരഞ്ഞെടുത്തിട്ട് അത് ആ തിന്മയെ വെറുക്കാൻ തക്കവണ്ണം, നന്മയെ സ്നേഹിക്കാൻ തക്കവണ്ണം അവന് സാധിക്കണം എന്നുള്ള ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ അതാണ്. എങ്കിൽ മാത്രമേ അവൻ ഒരു സ്വതന്ത്ര മാനസനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആദാമിനെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്? ഇവിടെ ആദാം ഈ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ റെപ്രസെന്റേറ്റീവാ, മുഴുവൻ മനുഷ്യവർഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നവനാണ്. അപ്പൊ അങ്ങനെ മനുഷ്യവർഗത്തെ പ്രതിനിധാനം ചെയ്യുവാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. അത് മനുഷ്യനെ, ആദി പിതാവിനെ. എന്തുകൊണ്ടാണ്? അവിടെയും നിങ്ങളുടെ യുക്തിബോധത്തിൽ തോന്നാം എന്തുകൊണ്ടാ. ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം ഇപ്രകാരം പരിശോധിച്ചുകൂടെ? നാം മനസ്സിലാക്കുക, ആദാം സൃഷ്ടിക്കപ്പെട്ട, ജീവിച്ച ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് പോലും ആദാം തെറ്റിപ്പോയി എങ്കിൽ, ആദാം കൽപ്പന ലംഘിച്ചുവെങ്കിൽ, അതിൽ നിന്നെല്ലാം വിഭിന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന, അതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യർ ഇതുപോലെ ഒരു പരിശോധനയിൽ പെട്ടാൽ അവർ തീർച്ചയായും തെറ്റിപ്പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക എന്നുള്ള ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പാളിപ്പോവും. ആ പദ്ധതി ശരിയായ രീതിയിൽ നടക്കാൻ സാധിക്കാതെ വരും. നാം മനസ്സിലാക്കുക, ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇപ്രകാരം സൃഷ്ടിച്ച ആ ദൈവമാണ്. ആ ദൈവത്തിന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം കൃമികളും പുഴുക്കളുമായിരിക്കുന്ന നമ്മുടെ ജ്ഞാനത്തിന് അതിൻ്റെ ഒരു 7 അയൽവക്കത്ത് നമ്മൾ എത്തുകയില്ല. അപ്പൊ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ മനുഷ്യന് വാസയോഗ്യമായിരിക്കുന്ന ഒരു ഗ്രഹം അവനിവിടെ സൃഷ്ടിച്ചു, ഈ ഭൂമിയെ. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ എത്രയോ എണ്ണ തീരാത്ത വിധത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അവയിലൊന്നും ഇന്നുവരെയും ഒരു മനുഷ്യവാസം, ജനവാസം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ മാത്രമാ മനുഷ്യവാസമുള്ളതായി കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ മനുഷ്യവാസം ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടെ ആക്കുവാൻ തക്കവണ്ണം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഭൂമിയിൽ അവൻ നടത്തിയതിന് ശേഷമാണ്. അപ്പൊ സൃഷ്ടിവേലയുടെ അവസാന ഭാഗമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. ഒരു ഭവനം ഒരുക്കി, ഒരു ഭവനം അവന് ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് ഒരു ഭവനം ഒരുക്കിയതിന് ശേഷമാണ് ആ ഭവനത്തിൽ ദൈവം ആദാമിനെ അല്ലെങ്കിൽ അവന്റെ പുത്രനെ സൃഷ്ടിച്ചാക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുവെങ്കിൽ, ഇന്ന് അതിൽ നിന്നെല്ലാം വിഭിന്നമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പരിശോധിച്ചാൽ അവരാരും ആ ജീവന്റെ വഴിയിൽ വിജയിക്കും, ആ പരിശോധനയിൽ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ വിജയിക്കാതെ വന്നാൽ അവരെല്ലാം നിത്യമായ നാശത്തിലേക്ക് പോകും. ആദാമിനോട് ആദാമിന് കൊടുത്ത ശിക്ഷ അതാണ്.
നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന. ഇപ്പൊ മരണമാണ് ദൈവം കൽപ്പന ലംഘനത്തിന് കൊടുത്ത ശിക്ഷ. ഇത് നമ്മുടെ മതങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. മതങ്ങൾ പറയുന്നത് അവന്റെ മരണം എന്ന് പറയുന്നത് മരണത്തോടുകൂടി അവൻ ഏതോ പാപിയാണെങ്കിൽ ഏതോ ഒരു ദണ്ഡന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു, അവൻ മാറ്റപ്പെടുന്നു. അപ്പം പാപത്തിന്റെ ശമ്പളം ഒരു ദണ്ഡനമാണ്, ഒരു നരക ശിക്ഷയാണ് എന്നൊക്കെയാണ് നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത്. സ്നേഹവാനായ ദൈവം ഒരിക്കലും അപ്രകാരം ഒരു നിത്യദണ്ഡന സ്ഥലം താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യന് വേണ്ടി അവൻ ഒരുക്കിയിട്ടില്ല. ദൈവത്തിന്റെ സ്വഭാവം എന്താ? ദൈവം എന്താ പറയുന്നത്? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ലെന്നാ പറയുന്നത്. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഇസ്രയേലിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവർ ജീവിച്ച ജാതീയ വിശ്വാസങ്ങളിൽപ്പെട്ട ചില ദേവന്മാരുണ്ടായിരുന്നു ജീവിച്ച സ്ഥലത്ത്. മോളോക്ക് എന്ന് പറയുന്ന ഒരു ദേവൻ ഉണ്ടായിരുന്നു. ആ ദേവന്റെ ഒരു പ്രതിമ ഉണ്ടാക്കും. അത് ലോഹം നിർമ്മിതമായിരിക്കുന്ന ഒരു പ്രതിമയാണ്. ആ പ്രതിമയുടെ ഉള്ളു മുഴുവൻ പൊള്ളയാ. എന്നിട്ട് എന്തു ചെയ്യും? ഈ ദേവൻ പ്രീതിക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ ആ ദേവന്റെ കൈകളിൽ ബലിയർപ്പിക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു ഇസ്രയേലിൽ. അത് എങ്ങനെയാ ബലിയർപ്പിക്കുന്നത്? ഈ പൊള്ളയായിരിക്കുന്ന ഈ ലോഹത്തിന്റെ ഉള്ളിലേക്ക് തീ കത്തിച്ച് അതിനെ ചുട്ടുപഴിപ്പിക്കും. അങ്ങനെ ചുട്ടുപഴിച്ച പഴുത്തു നിൽക്കുന്ന ആ ലോഹപ്രതിമയുടെ കൈ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിൽ പല കാര്യങ്ങളും നേടാൻ വേണ്ടിയാ. ഈ ദേവനെ പ്രീതിപ്പെടുത്തിയാൽ തങ്ങൾക്ക് ഈ ലോകത്ത് പലതും നേടാൻ സാധിക്കുമെന്ന് ഉള്ള വിശ്വാസം കൊണ്ടാ. ദൈവം പറഞ്ഞു, ഇതെന്റെ മനസ്സിൽ പോലും തോന്നിയിട്ടുള്ള കാര്യമല്ല. ഇസ്രയേലിനെ ദൈവം ശപിച്ച ഒരു അനുഭവമാ. അവരോട് പറഞ്ഞ ഇത് എൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല. അതിനെ ദൈവം പാടെ നിരോധിച്ചു കളഞ്ഞു. അപ്പൊ നാം നോക്കുക, ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യരെ നിത്യകാലം ഒരു ദണ്ഡന സ്ഥലത്തിട്ട് അവൻ പാപിയാണെങ്കിൽ അവരെ ദണ്ഡിപ്പിക്കും എന്ന് പറയുന്നത്. താൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവരോടൊപ്പം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിനോടൊപ്പം പാപികളെ പാർപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സെൻട്രൽ ജയിൽ കൂടെ നിർമ്മിച്ചു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ ജയിൽ എങ്ങനെയുള്ളതാ? അഗ്നി നരകം, തീയും ഗന്ധവും കത്തുന്ന ആ തീപ്പൊയ്യെ കൂടി സൃഷ്ടിച്ച് മനുഷ്യനെ അവിടെ ആക്കും എന്നുള്ളതാണോ? ഇങ്ങനെ ഒരു എന്നിട്ടാ പറയുന്നത് ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവം സ്നേഹമാണെന്ന് പറയുകയും സ്നേഹത്തിന്റെ ഒരു തരിമ്പ് പോലും അവന്റെ പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതാ ഈ ഉപദേഷ്ടാക്കന്മാർ. അങ്ങനെ ഒരു ദൈവത്തെയാ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതി അതല്ല. പാപത്തിന്റെ ശമ്പളം മരണം എന്നാ പറഞ്ഞത്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും 6-ാം അധ്യായത്തിൽ, പാപത്തിന്റെ ശമ്പളം മരണം. യെഹെസ്കേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറയുക, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും. അപ്പൊ മരണമാണ് പാപത്തിന്റെ ശിക്ഷ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആദാമിൽ കൂടെ മനുഷ്യവർഗത്തെ മുഴുവൻ ദൈവം പരിശോധിക്കുകയാണ്. കാരണം അതൊരു റെപ്രസെന്റേറ്റീവായിട്ടാ, പ്രതിനിധിയായിട്ടാ. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്യും? കഞ്ഞി വെക്കും, അല്ലെ, അരി അടുപ്പത്തിടും. അപ്പൊ ഈ അരി വെന്തോ എന്നറിയാൻ എന്താ ചെയ്യുന്നത്? ആ കലത്തിലുള്ള മുഴുവൻ അരിയും എടുത്തവർ ഞെക്കി നോക്കുവോ? ഇല്ല. അവർ ചെയ്യുന്നത് ഒരരി എടുത്ത് നോക്കിയാൽ അവർക്കറിയാം ഈ അരി വെന്തോ ഇല്ലയോ എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ അത് ആ കലത്തിലുള്ള മുഴുവൻ അരികളെയും പ്രതിനിധാനം ചെയ്യുന്നതാ. അവരെടുത്ത് ഞെക്കി നോക്കുന്ന ആ ഒരരി എന്ന് പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തെ മുഴുവൻ പരിശോധിക്കുവാൻ ആദാം എന്ന ആദ്യ പിതാവിൽ കൂടെ ദൈവം പരിശോധിച്ചു. ഇതൊരു ഡിവൈൻ ഇക്കോണമി എന്നാ പറയുന്നത്. എന്താ ഇതിന്റെ ഇക്കോണമി? ഇതിന്റെ ഒരു ധനതത്വ ശാസ്ത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല. ആദാമെന്ന ഏകൻ പരിശോധനയിൽ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ടാൽ അവനെ അതിൽ നിന്നും മോചിപ്പിക്കുക വഴി, ആ പരാജയത്തിൽ നിന്നും അവനെ കരകയറ്റുക, അല്ലെ അവൻ ആ ശിക്ഷയിൽ നിന്നും അവനെ മോചിപ്പിക്കുക വഴി ഈ സകല മാനവരാശിയിലും ആദാമിൽ കൂടെ ഭവിച്ചിരിക്കുന്ന മരണത്തിൽ നിന്നും സകല മാനവരാശിയെയും വിടുവിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ പ്രമാണം ജീവന് പകരം ജീവൻ എന്നുള്ളതാണ്.
ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ജീവൻ വീണ്ടെടുക്കണമെങ്കിൽ അതിന് തുല്യമായി മറ്റൊരു ജീവൻ കൊടുക്കണം, തുല്യ ജീവൻ കൊടുക്കണം. അതിനാണ് ബൈബിൾ പറയുന്നത് മറുവിലയെന്ന്. ക്രിസ്തുവിനെ കുറിച്ച് പറയും, അവൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്നാ. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തെ ഒരു മറുവിലയായിട്ടാ. സാധാരണ നാം മരിക്കുന്ന ആ മരണത്തിന്റെ സ്വഭാവത്തിലല്ല. ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ വഹിച്ചു. അപ്പൊ നമ്മുടെ പാപമെല്ലാം അവന്റെ മേൽ വഹിക്കണമെങ്കിൽ അവൻ ആദാമിന് പകരമായി മരിക്കുമ്പോഴാ. കാരണം നാം എല്ലാവരും ആദാമിൽ കൂടെ പാപികളാ, ആദി പിതാവിൽ കൂടെയാ പാപികളായത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്നുള്ളതാ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പൊ ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അപ്പൊ ആദാമിനെ പരിശോധിക്കുക വഴി എന്തായി? ഈ സകല മാനവരാശിയും മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന് ദൈവത്തിന്റെ മുമ്പിൽ മരണത്തിന് വിധിക്കപ്പെട്ടവരാ. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറഞ്ഞത്. അത് ജീവിച്ചിരിക്കുന്നതോടെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും മറ്റൊരു വ്യക്തിയെ കൊണ്ട് അടക്കാൻ? പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം എല്ലാവരും മരിച്ചവരാ. ജീവിച്ചിരിക്കലും നാം മരിച്ചവർക്ക് തുല്യമാ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പൊ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അപ്പൊ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇതാണ് ഏറ്റവും വലിയ സുവിശേഷം. പ്രിയമുള്ളവരെ, നമുക്ക് സകല മനുഷ്യർക്കും സന്തോഷം ദാനം ചെയ്യുന്ന ഒരു വലിയ വാർത്തയാണ്. അതുകൊണ്ടാ പറഞ്ഞ സകല ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ മനുഷ്യവർഗത്തിന്റെ മേൽ ഈ ഒരു നാം ഇന്ന് അനുഭവിക്കുന്ന ഈ കാലത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ അനീതികൾക്കും പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്കും അതിന് അടിസ്ഥാനം, അല്ലെങ്കിൽ അതിനുടയവനായിരിക്കുന്നത് അത് ആദാമിൽ കൂടെ വന്ന പാപം, അനുസരണക്കേടാ. അതിന്റെ ഫലമായി അവൻ സകല മാനവരാശിയെയും പരിശോധിക്കുക. ഇനി നിങ്ങൾക്ക് തോന്നാം എന്തിനായതെന്ന്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ അനുഭവജ്ഞാനത്തിൽ കൂടെ തിന്മയെ വെറുക്കാൻ അവന് സാധിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നാം ഒരു വസ്തുതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് ഒന്നീ നമുക്ക് സ്പർശനം കൊണ്ടറിയാം, കേൾവി കൊണ്ടറിയാം, കാഴ്ച കൊണ്ടറിയാം. പക്ഷെ ഇതിൽ ഒന്നുമല്ലാതെ അനുഭവജ്ഞാനത്തിൽ കൂടെ നമുക്ക് ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കൊരു ചൊല്ലില്ലേ, പച്ചവെള്ളത്തിൽ ചാടിയ പൂച്ച ചൂടുവെള്ളം കണ്ടാൽ അറയ്ക്കും. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുക, ഒരു വിളക്ക് കത്തിച്ചു വെച്ചു, ആ വിളക്കിന്റെ ദീപം പിടിക്കാൻ പോകുന്ന കുഞ്ഞിനോട് പറയുക, മോനെ മോളെ അത് നിന്റെ കൈ പൊള്ളും, നീ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പിടിക്കാതിരിക്കില്ല. അവൻ നമ്മുടെ കണ്ണു വെട്ടിച്ചു പോയി ഈ വിളക്കിന്റെ ആ വെളിച്ചത്ത് ആ ദീപത്തിലൊന്ന് പിടിച്ചാൽ അവന്റെ കൈ പൊള്ളും, അവൻ വേദനിക്കും. അപ്പോ അവന് എന്താണ് തീ എന്നുള്ളവന് മനസ്സിലാകും. പിന്നെ അവനോട് ആരും പറയണ്ട, പിന്നെ തീ കണ്ടാൽ അവൻ ആ പ്രദേശത്ത് നിൽക്കൂല, അവൻ സ്ഥലം വിടും. അപ്പൊ അനുഭവജ്ഞാനത്തിൽ കൂടെ മനുഷ്യനെ പാപത്തെക്കുറിച്ചുള്ള ബോധം അവനിൽ ഉണ്ടാക്കണം. ഇതെന്തിനു വേണ്ടിയാ? അവന് നന്മയുടെ അനുഭവം അവനുണ്ടാകുമ്പോൾ അവന് ഈ നന്മ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം, അതാണ് ദൈവത്തിന്റെ ക്രമീകരണങ്ങൾ. പ്രിയമുള്ളവർ, ഇത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്കിത് നിങ്ങളെ പറഞ്ഞ് ആ ആശയത്തിലേക്ക് പൂർണ്ണമായി എത്താൻ സാധിക്കില്ല. ഞാൻ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ തുടരും. അപ്പൊ അനുഭവജ്ഞാനം. അപ്പൊ ഈ ആയുസിൽ നാം തിന്മയുടെ പാപത്തിന്റെ ഫലം എന്താണെന്ന് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിനി നന്മയുടെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു കാലമുണ്ട് എന്ന് വിചാരിക്കുക. അതിനാ യേശു പറഞ്ഞു, നന്മ ചെയ്ത കല്ലറകൾ ഉള്ളവർ എല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിയിൽ കൂടിയുള്ള പുനരുത്ഥാനത്തിനായും കല്ലറകളിൽ നിന്നും പുറത്തു വരും. അപ്പൊ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നതാണ്. അതിനായുള്ള ഒരുക്കം. അപ്പൊ അങ്ങനെ ഒരു ലോകത്ത് നന്മയുടെ അനുഭവം നമ്മൾക്കുണ്ടാകുമ്പോൾ പിന്നെ നാം ഈ നന്മയെ സ്നേഹിക്കും, തിന്മയെ വെറുക്കും. വീണ്ടും നിനക്കൊരു പരിശോധന ഉണ്ടായാൽ നീ ഒരിക്കലും പിന്നെ തിന്മയെ സ്നേഹിക്കാൻ പോകയില്ല. അപ്പൊ ഇതിന് നമ്മെ ഒരുക്കുന്നത്
ക്രിസ്തുവിന്റെ മറുവില യാഗമാണ്. ആ യാഗത്തെക്കുറിച്ചും ഇതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത നാളെ വീണ്ടും ചിന്തിക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു, താഴ്മയോടെ അവതരിപ്പിക്കുന്നു. നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം. അതിന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു.